പിന്നെ കുറച്ച് ബാക്കി ഇന്ന് നോൻപായിട്ട് വെറുതെ അത് പെരുന്നാളായിട്ട് ഇന്ന് പെരുന്നാളല്ലേ അതന്നെ. ഉത്തര മലബാറിലെ കാവുകളിൽ കെട്ടിയാടുന്ന കാട്ടുമൂർത്തിയായ വനദേവതയാണ് കരിഞ്ചാമുണ്ടി തെയ്യം. പായത്തുമലയിൽ താമസിച്ചിരുന്ന ആലിമാപ്പിളയുടെ ഭാര്യയ്ക്ക് പേറ്റുനോവ് തുടങ്ങിയപ്പോൾ വയറ്റാട്ടിയെ അന്വേഷിച്ചിറങ്ങിയ ആലി മലയടിവാരത്തിൽ വെച്ച് സുന്ദരിയായ ഒരു യുവതിയെ കണ്ടു. അവൾ താൻ വയറ്റാട്ടിയാണെന്ന് പറഞ്ഞ് ആലിയുടെ കൂടെ വീട്ടിലെത്തി. ഏറെ നേരം കഴിഞ്ഞിട്ടും ഭാര്യയുടെ നിലവിളിയല്ലാതെ മറ്റൊന്നും കേട്ടില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആലി വാതിൽപ്പടിയോരത്തു നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നത് കണ്ടു. തുടർന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയ ആലി ചോരയിൽ കുളിച്ച് വയർ പിളർന്ന് കിടക്കുന്ന ഭാര്യയുടെ ചോര കുടിക്കുന്ന ഭീകരരൂപമാണ് മുന്നിൽ കണ്ടത്. ആലി തൻ്റെ സർവശക്തിയുമെടുത്ത് അവളെ ആഞ്ഞു ചവിട്ടി വീഴ്ത്തി. അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്കോടി അവളെ കുപിതനായ ആലി പിന്തുടരുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇലുമ്പുരക്ക കൊണ്ട് ആ ഭീകരരൂപത്തെ മർദ്ദിക്കുകയും ചെയ്തു. തലയ്ക്ക് അടികൊണ്ട ആ ഭീകരരൂപം വലിയ ശബ്ദത്തിൽ അലറിയപ്പോൾ ആ ഗ്രാമം തന്നെ വിറച്ചുപോയി. അതോടെ അവൾ ആലിയെ തൂക്കിയെടുത്ത് പാലമുകളിൽ കൊണ്ടുപോയി ആലിയുടെ ചുടുചോര കുടിച്ചു ശരീരം താഴെയിട്ടു. ആലിയുടെ ജീവൻ അപഹരിച്ചിട്ടും വനദേവത തൃപ്തിയടഞ്ഞില്ല. പിന്നെയും ദുരന്തങ്ങൾ കാണപ്പെട്ടു. ഒടുവിൽ നാടുവാഴിയുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരം കണ്ടെത്തി ദുർദേവതയ്ക്ക് കാവും സ്ഥാനവും നൽകി ആദരിച്ചു. അതാണ് കരിഞ്ചാമുണ്ടി എന്നറിയപ്പെടുന്ന തെയ്യം.
ഇന്നും ഈ ഉച്ചപ്രാന്തരത്തിരിക്കുന്ന നേരത്തെ ഞാനും എന്റെ മരണമായി താനും എന്റെ പിന്നാനന്തരമാണ് ഭേദമായിട്ട് എന്റെ ഗാനങ്ങളുടെ രാജ്യം ഭേദമായിട്ട് എന്റെ തുറയിൽ ആടലേതായിരിക്കുന്ന അനുഭവക്കൂറിനകത്ത്